മമ്മൂക്കയും ലാലേട്ടനും ഇരിക്കുന്ന ഒരു ലെജൻഡറി സ്റ്റേറ്റസിലേക്ക് ഇനി ഒരാൾ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ സിനിമ മാറി അങ്ങനെ ഒരു സ്റ്റേറ്റസിൽ അത്രയൊന്നും ഇനി അങ്ങനെ ഉണ്ടാവും. ഇനി ഞാൻ ചോദിക്കട്ടെ, ലൈക്ക് ഇനി ഒരു സച്ചിൻ ടെണ്ടുൽക്കർ ഉണ്ടാവുമോ? ഇനി ഒരു വിരാട് കോഹ്ലി ഉണ്ടാവുമോ? കാരണം ക്രിക്കറ്റ് മാറി അല്ലേ, ക്രിക്കറ്റ് മാറി ഷോർട്ടർ ഫോർമാറ്റിലേക്ക് എത്തി. അപ്പം ആൻഡ് നമ്മൾ ഇന്ന് കാണുന്ന ഫേസസ് അല്ല നാളെ വരുന്നത്. അപ്പൊ അത്രയും കണ്ടിന്യൂസ് ക്രിക്കറ്റ് കളിക്കുന്നവർ തന്നെ ഉണ്ടാവുമോ എന്നുള്ളത് സംശയം. അതേപോലെ തന്നെ ലാലേട്ടനും മമ്മൂക്കയൊക്കെ ഒരു വർഷത്തിൽ 7-8 സിനിമകൾ ചെയ്ത വർഷങ്ങളുണ്ട് അല്ലേ. പ്രേം നസീർ സാർ 15ഓളം സിനിമകൾ ഒരു വർഷം ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അങ്ങനെ അത്രയും നമ്പർ ഓഫ് ഫിലിംസ്, അത്രയും പിന്നെ പല പല കാലഘട്ടത്തിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. അത്രയും എക്സ്പീരിയൻസ്, അതായത് ഫിലിമിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഡിജിറ്റലിൽ കണ്ടിട്ടുണ്ട്, സാറ്റലൈറ്റ് ബൂം കണ്ടിട്ടുണ്ട്, OTT ബൂം കണ്ടിട്ടുണ്ട്. അതായത് 15 ലക്ഷം രൂപയ്ക്ക് അന്ന് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ടായിരുന്ന കിരീടത്തിന്റെ ബഡ്ജറ്റ് എന്തോ 23 ലക്ഷം രൂപയാണ് കേട്ടെ. ഇന്ന് 175 കോടി രൂപയുടെ സിനിമയിൽ ലാലേട്ടൻ അഭിനയിച്ചിട്ടുണ്ട്.